ഇടക്കുന്നം തീരദേശം പ്രദേശത്ത് വല്ലപ്പുഴയിൽ ഷാനവാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ ഒഴിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. രാവിലെയാണ് കിണറ്റിൽ കരിയോയിൽ ഒഴിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഷാനവാസ് പറഞ്ഞു. ഞാൻ രാവിലെ കണ്ടത് എൻ്റെ പൂച്ച അതിൻ്റെ വക്കത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കിണറ്റി ചാടി ജോലി ഒപ്പിച്ചൊക്കെ നിർത്തി ഞാൻ പിടിച്ചു മാറാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഇത് കിണറ്റി ഒരു കറുപ്പ് പോലെ കണ്ടത്. അന്നേരമാണ് ഞാൻ വീണ്ടും സംശയം തോന്നി വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കാണ് ഓയിലൊഴിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അന്നേരം വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ തൊട്ടിക്കകത്ത് ഓയിൽ നോക്കിയപ്പം ഓയിലാണെന്ന് ബോധ്യമായി. പിന്നെ അതിലൊക്കെ ഉള്ളവരും പറഞ്ഞ് മെമ്പറെ എല്ലാം വിളിച്ചു വരുത്തി നോക്കി. പിന്നെ കിണറിൻ്റെ എൻ്റെ മോട്ടറിൻ്റെ ഓസയിലോട്ടും കിണറ്റകത്ത് ഒഴിച്ചപ്പം അത് വീണ് കിടപ്പുണ്ട്. അതെൻ്റെ മകനെ കണ്ടത്. അന്നേരം പിന്നെ ഉറപ്പായി ഓയിൽ ഒഴിച്ചതാണ്. ഇതിനകത്ത് 3-4 കൂട്ടർ മോട്ടർ വെച്ച് വെള്ളം എടുക്കുന്ന കിണറും കൂടെ അതും ഇല്ലാതാക്കിയത്. വീട്ടുകാരെ കൂടാതെ അയൽവാസികളായ 3 കുടുംബങ്ങൾ കൂടി ഉപയോഗിച്ചിരുന്നത് ഷാനവാസിന്റെ കിണറ്റിലെ വെള്ളമായിരുന്നു. കരിയോയിൽ വീണതോടെ വെള്ളമാകെ ഉപയോഗശൂന്യമായി. ഇതോടെ ഇവരുടെ കുടിവെള്ളവും മുട്ടി. ഓയിൽ വീണതോടെ കിണറ്റിലെ വെള്ളത്തിന്റെ മുകളിൽ ഇത് പൊങ്ങിക്കിടക്കുകയാണ്. സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ രഞ്ജിത്ത് കാഞ്ഞിരപ്പള്ളി പോലീസിലും പാറത്തോട് ഫാമിലി ഹെൽത്ത് സെന്ററിലും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ടി.ആറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് കുമാറും സംഭവസ്ഥലത്തെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. കോട്ടയത്ത് വാട്ടർ അതോറിറ്റി ലാബിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.